നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ അടുത്ത ആഴ്ചത്തെ നല്ല വിശേഷം കേട്ടാലോ? അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ഒടുവിൽ ബാലേന്ദ്രന് ഇത്രയും കാലം വൈജയന്തി ഒളിപ്പിച്ചു വെച്ച ആ വലിയ രഹസ്യം തിരിച്ചറിയുവാണ്. അത് മാത്രമല്ല അലീന ആരാ എന്താന്നൊക്കെ അറിയുവാണ്. അപ്പൊ ഇനി വരുന്ന ഓരോ ദിവസവും നല്ല ഉദ്യോഗഭരിതമായ നിമിഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു മനുഷ്യങ്ങളോട് അലീന സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞപ്പോ പിന്നെ മനുവിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? മനു പോയി ഇടിച്ച് നിരപ്പാക്കുന്നുണ്ട് ഹരിശങ്കറെയൊക്കെ. രോഹിത്തിന്റെ സമനില തെറ്റിയ പോലെ ആയിപ്പോയി. രോഹിത്തിന്റെ രാത്രി കിടന്നിട്ട് ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് കൃഷ്ണമോൾക്ക് നല്ല വിഷമമായിരുന്നു. കൃഷ്ണമോൾക്ക് അലീന അത്ര കാര്യമായിരുന്നല്ലോ. പിന്നീട് മുത്തശ്ശിക്ക് കൂട്ട് കിടക്കാൻ പോകുന്ന കൃഷ്ണമോള മുറിയിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിച്ചു, ഇപ്പോഴെങ്ങനെയുണ്ട് അലീനയ്ക്ക്? കുഴപ്പമില്ല മുത്തശ്ശി, പക്ഷേ എനിക്ക് നല്ല സംശയമുണ്ട്. എന്താ മോളെ, എന്താ അങ്ങനെ പറഞ്ഞേ? അതെ, എനിക്ക് തോന്നേ അലീന ചേച്ചി കസേരന്ന് മറിഞ്ഞു വീണൊന്നും അല്ലെന്ന് തോന്നേ. ഇവിടെ രോഹിത്തേണ്ട മുറിയിൽ ചെന്നപ്പം രോഹിത്തേണ്ട മുറിയിലെ കത്രിക അലീന ചേച്ചിയുടെ വയറ്റിൽ കുത്തി കയറിയിരിക്കുന്നേ. സത്യമാണ് കൃഷ്ണൻ നീ പറയണേ. ഞാനിതിനെ മുത്തശ്ശി കള്ളത്തരം പറയണേ. പക്ഷെ ഞാനിത് അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ? അമ്മയോട് ഞാൻ പറഞ്ഞു, പിന്നെ അച്ഛനോട് പറഞ്ഞില്ല. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്കിത് ബാലേന്ദ്രനോട് പറയാൻ മേലായിരുന്നോ? പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് മറച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്കും തോന്നുന്നുണ്ട് അലീനെ ഒരു കാരണവശാലും അങ്ങനെ കസരന്ന് തെന്നി വീഴത്തില്ല. അതല്ല മുത്തശ്ശി സംശയം, കസാര അവിടെയൊന്നും ഇല്ലായിരുന്നേ. വൈകുന്നേരം ഞാനും ബബിതേച്ചിയും അമ്മയും കൂടെ എല്ലാം മുറിയെല്ലാം ക്ലീൻ ആക്കിയത്. അവിടെ ഹാളൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്ത് ആ ബ്ലഡ് കിടക്കുന്നതിനടുത്ത് കസാര ഒന്നും മറിഞ്ഞു കിടപ്പില്ലായിരുന്നു. മുത്തശ്ശിക്ക് സംശയമായി. മുത്തശ്ശി പറഞ്ഞു, അല്ല കഥയൊക്കെ തുറന്നു കിടക്കുവാണെങ്കിൽ അവൾക്ക് അറിയാവുന്ന ആരെങ്കിലും വന്നാലേ അവള് കഥ തുറക്കത്തുള്ളൂ. അതെ, ഇല്ലെങ്കിൽ അലീന ചേച്ചി കഥവ് പോലും തുറക്കത്തില്ലല്ലോ. മുത്തശ്ശി പറഞ്ഞു, എന്തേലും മോൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബാലേന്ദ്രനോട് പറയണം. അലീൻ ആ സമയത്ത് കൃഷ്ണമോൾ ഓർത്തു, ശരിയാ, ഇനിയിപ്പോൾ ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പിറ്റേ ദിവസം ബാലേന്ദ്രൻ്റെ അടുത്ത് കൃഷ്ണമോൾ ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കൃഷ്ണൻ, നിനക്കെന്താ പറയാനുള്ളേ? അത് പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ ഞങ്ങൾ വന്ന് മുറിയൊക്കെ നോക്കി. രോഹിത്തേണ്ട മുറി നോക്കണ സമയത്ത് അവിടെ ആ സിസർ ഇല്ലായിരുന്നു. സിസറോ? അതെ, അച്ഛൻ കൊടുത്തൊരു സിസർ ഇല്ലേ? അച്ഛൻ കൊടുത്തെന്ന് പറയാൻ പറ്റില്ല, അച്ഛൻ്റെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ രോഹിത്തേട്ടൻ. ആ സിസർ അവിടെ ഇല്ല. അല്ല, അലീന ചേച്ചിയുടെ വയറ്റിൽ കുത്തി കയറിയ ആ സിസർ അത് തന്നെയാണോന്ന് അച്ഛനൊന്ന് നോക്കണം. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് പറഞ്ഞു, അതെ, അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. അവിടെ മുറി ചെന്ന് കഴിഞ്ഞപ്പോഴേ മുറിയിൽ ഇങ്ങനെ എല്ലാം നിരന്നൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും രോഹിതേട്ടൻ ഇപ്പം ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ കുടിച്ച ഗ്ലാസ്സൊന്നും കഴുകി വെക്കുന്ന സ്വഭാവമില്ല. ഒരു ക്യാപ്സൂളിൻ്റെ കവറും ഉണ്ടായിരുന്നു അവിടെ കിടപ്പ്. എന്നിട്ട് നീ എന്താ അത് പറയാതിരുന്നേ? അത് പിന്നെ ഇന്നലെ പറയാൻ പറ്റിയില്ല. ബാലേന്ദ്രൻ നല്ല ടെൻഷനായി. പിന്നെ രോഹിതേട്ടൻ പറയുന്ന ക്ലാസ്സിൽ പോയിട്ടുണ്ടെന്ന്. അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യാം, രോഹിതേട്ടൻ്റെ ക്ലാസ്സിൽ ടീച്ചേഴ്സിനോട് ആരെങ്കിലും ചോദിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞെന്ന് പറയാൻ വേണ്ട. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രന് സംശയമായി. ബാലേന്ദ്രൻ പിന്നീട് ക്ലാസ് ടീച്ചറെ വിളിക്കുകയാണ്. വിളിച്ച് കാര്യങ്ങൾ തിരക്കഴിഞ്ഞപ്പം രോഹിത് ഉച്ച കഴിഞ്ഞിട്ടാണ് ക്ലാസ് ചെന്നതെന്ന് വിവരം അറിയുവാണ്. അത് കേട്ടപ്പം ഒരു കാര്യം ഉറപ്പായി, എന്തൊക്കെയോ അവൻ മറയ്ക്കുന്നുണ്ട്. ആ സമയത്ത് മണിശങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാലേന്ദ്രനോട് അലീന പറഞ്ഞ സത്യങ്ങളും കാര്യങ്ങളും. പിന്നീട് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ആ സമയത്ത് മണിശങ്കർ ഉണ്ടായിരുന്നു. അതിനുശേഷം മണിശങ്കർ ബാലേന്ദ്രനോട് കാര്യം പറയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യം, മയക്കുമരുന്ന് ഉള്ളിച്ചെന്ന ആ കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് മനസ്സിലായി ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന്. മനുഷ്യങ്ങളുടെ സത്യം പറയണമെന്നുണ്ട്, പക്ഷെ താൻ അലീനയോട് പറഞ്ഞിരിക്കുന്ന താൻ ആരോടും പറയില്ലെന്ന. പക്ഷേ അങ്കിളെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. ഒടുവില് മനു ആ കാര്യം തുറന്നു പറയണം. അലീന തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒരു ഞെട്ടല്. ബാലേന്ദ്രൻ ഇന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുവോ രണ്ടമ്മമാർ കൂടിയിട്ട് ആ പെൺകുട്ടിയെ? ദൈവമേ, എന്നിട്ടോ അവളാണെങ്കിൽ അവരെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പോലീസിനോട് കള്ളത്തരങ്ങളൊക്കെ പറയണേ. ആ സമയം മണിശങ്കർ പറഞ്ഞു, ശരിക്കും അലീന പോലീസിന് മൊഴി കൊടുത്തായിരുന്നെങ്കിൽ ഇപ്പം രോഹിത് ഹരിശങ്കറും അകത്ത് കിടന്നേരം. പീഡന ശ്രമം മാത്രമല്ല, കൊലപാതക കുറ്റം കൂടെയാ. ആ സമയം ബാലേന്ദ്രന് ഒന്നും മനസ്സിലായില്ല. ബാലേന്ദ്രൻ ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഇങ്ങനെ അലീനെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയുടെ മുഖത്ത് പോയി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം വരുന്നത്. അങ്ങനെ പിന്നീട് ബാലേന്ദ്രൻ വീട്ടിലേക്ക് എന്നുമ്പോൾ ബൈജയന്തി ചോദിച്ചു, എന്താ ബാലേന്ദ്ര മുഖമൊക്കെ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. രോഹിത് എന്തേന്ന് ചോദിക്കാം. അവൻ മുറിയിലുണ്ട്. എന്താണെന്നറിയില്ല, അവന് ആഹാരം പോലും കഴിക്കാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല, വിളിച്ചിട്ട് വന്നുമില്ല. ബാലേന്ദ്രന് മനസ്സിലായി അവൻ ഇറങ്ങി വരാത്തതിന്റെ കാരണം എന്താന്ന്. പിന്നീട് ബാലേന്ദ്രൻ ആ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് വന്ന് കഥ തുറന്നു. അപ്പം കഴിഞ്ഞ ദിവസം പോയി രോഹിത്തിനോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ രോഹിത് ഒന്നും സംഭവിച്ചില്ലായിരുന്നു.
രോഹിത്ത് പതുക്കെ ഒഴിഞ്ഞു മാറുകയോ നിൽക്കുകയോ ചെയ്തേ. പക്ഷെ ഇപ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ ചെന്ന് മുറിയിലേക്ക് ചെല്ലുന്നത്. രോഹിത്തിനെ കിടയുടെ വരയ്ക്കാൻ തുടങ്ങി ബാലേന്ദ്രന് മുന്നിൽ നിന്നിട്ട്. പിന്നീട് രോഹിത്തിന്റെ സത്യാവസ്ഥയെല്ലാം തുറന്നു പറയേണ്ടി വന്നു, എന്താ എങ്ങനെയാ ചെയ്തതെന്നൊക്കെ. ബാലേന്ദ്രൻ അവന്റെ കർണം തീർത്തങ്ങോട്ട് പൊട്ടിക്കുകയാണ്. ബാലേന്ദ്രൻ അവനെ വലിച്ചു കീറി ഭിത്തിയെ തേക്കാനാണ് തോന്നിയത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. കാരണം അവന് സുഖവും സൗകര്യവും കൂടിപ്പോയതിൻ്റെയാണിത്. ഹരിശങ്കറോട് ഒപ്പം ചേർന്നിട്ട് ചേർത്തിയ നാടകങ്ങളാണ് ഇതൊക്കെ. ആ പാവം പിടിച്ച പെൺകുട്ടിയെ നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയിടാ? എങ്ങനെ നിനക്ക് വില്ലേ 2 പെങ്ങന്മാര്, അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഗതികേട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അവരെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്തേനും? എടാ നീയൊക്കെ എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ ഈ ഭൂമിക്ക് തന്നെ ഭാരപാടാ. അവള് പാവമായതുകൊണ്ട് അവൾ നിനക്കൊന്നും ഇതിനെ മൊഴി കൊടുത്തില്ല. അവള് മൊഴി കൊടുക്കുമായിരുന്നെങ്കിൽ നിന്റെ ജീവൻ നശിച്ചേനം. ഈ കുടുംബത്തിന് അന്തസ്സും അഭിമാനവും എന്തായി തീർന്നേനം. ഈ കുടുംബത്തിൽ ആരും ഇല്ലോടാ ഇങ്ങനെ. നീ എന്നിട്ട് എന്താടാ ഇങ്ങനെ പിഴച്ചു പോയത്? ആ ഹരിശങ്കറുമായിട്ടുള്ള കൂട്ട് അവനിനിയും അടിച്ചതിനകത്ത് ഞാൻ കേട്ടില്ല, കാണിച്ചു കൊടുക്കാം. രോഹിത്ത് പറഞ്ഞു, അച്ഛനോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഹരിശങ്കർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം, നീ മിണ്ടരുത്. നിന്റെ മനസ്സിൽ വൈരാഗ്യ ബുദ്ധി വെച്ചോണ്ടാ നീ പെരുമാറിയത്. നീ അവളെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? ഓ, അവൾ അനാഥയാണല്ലോ അല്ലേ? ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ അല്ലേ? അതോർത്തല്ലേടെ നീ ഇങ്ങനെ ചെയ്തേ. അച്ഛാ, അത് പിന്നെ രോഗത്തിനാണ് ആകെപ്പാടെ വിഷമോ വെപ്രാളോ ബുദ്ധിമുട്ടും. കുറ്റബോധം അവന്റെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അവന് കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. തലരാത്രിയിൽ കണ്ണടച്ച് കഴിയുമ്പോൾ അലീനയുടെ മുഖമായിരുന്നു മനസ്സിലേക്ക് വരുന്നത്. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാല് നിന്റെ മോനായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല. ഇത്ര ക്രൂരമായ മനസ്സുള്ള ഒരുത്തന് ഈ വീട്ടിൽ പോലും ഇനി ജീവിക്കാൻ പാടില്ല. എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോണം. അച്ഛാ, അത് പിന്നെ വേണ്ട, എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ട. കാരണം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് നീ കാണിച്ചു കൂട്ടി വെച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ. വൈജയന്തി വന്നിട്ട് ചോദിച്ചു, എന്താ ബാലേന്ദ്ര, എന്താ കാര്യം എന്താന്ന് ചോദിക്കാം. ദേ, ഒരക്ഷരം മിണ്ടിപ്പോരുത്. നീയാണ് എല്ലാവർക്കും വളം വെച്ച് കൊടുക്കുന്നത്. എന്റെ കയ്യിൽ ഇപ്പം നീയാ മേടിച്ച് കെട്ടണ്ട. നിന്റെ കർണം പോച്ചോന്ന് തന്നാണ്ടല്ലോ. നീ എന്ത് പറഞ്ഞാലും അവന് സപ്പോർട്ട് ചെയ്ത് വരുമായിരുന്നല്ലോ. ഇപ്പോഴെന്താ സപ്പോർട്ട് ചെയ്യാതെ? നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ? എല്ലാത്തിനും കാരണക്കാരാണെന്നറിയാവോ? നിന്റെ മകൻ രോഹിത്ത്. അവൻ എന്താ അവളോട് ചെയ്തെന്ന് എന്ന് ചോദിച്ചു നോക്ക്. അപ്പോഴേക്കും കൃഷ്ണയും ഭവിതയ്ക്ക് ഒച്ചപ്പാടും വേളം കൊണ്ട് ഓടി വന്നു. പിന്നീട് ബാലേന്ദ്രനും വൈജയന്തിയോട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്താ സംഭവിച്ചെന്നുള്ളത്. കൃഷ്ണമോൾ അപ്പോഴേ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, രോഹിത്താണ് ഇതിനകത്ത് എന്തോ ഒരു പങ്കുണ്ട്. രോഹിത്താണ് അറിയാതെ ഇങ്ങനെ സംഭവിക്കില്ലെന്ന്. പാവ അലീന ചേച്ചി. എന്നിട്ടോ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അലീന ചേച്ചി പോലീസിന് മൊഴി കൊടുക്കാതിരുന്നേ. വൈജയന്തി പറഞ്ഞു, ശരിക്കും അവളുടെ കാരുണ്യം കൊണ്ടാ ഇപ്പൊ ഈ കുടുംബം. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ട് നിന്റെ മോനകത്ത് പോയി കിടന്നേനം. നിനക്ക് പിന്നെ ബാങ്കിൽ പോയി തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നോ? വെറും കേസിലല്ല, റേപ്പ് കേസില്, കൊലപാതക കുറ്റത്തിന്. അതിനൊക്കെയായിരുന്നു നിന്റെ മകൻ പോയി കിടക്കേണ്ടിരുന്നത്. അവളുടെ കാരുണ്യമാണ് ഇപ്പൊ നിന്റെയൊക്കെ ജീവിതം. അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞു വൈജയന്തിയെ വലിച്ചു കീറിയിട്ട് അവിടെ നിങ്ങോട്ട് ഇറങ്ങുവാണ്. പിന്നീട് ബാലേന്ദ്രൻ അലീനയുടെ മുഖത്ത് പോയി നോക്കാൻ പോലും ഭയങ്കര മടിയായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് അവള് പോലീസിനോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാത്തെ? പിന്നെ അലീനയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തന്നെ ബാലേന്ദ്രൻ തീരുമാനിച്ചു. അങ്ങനെ പിന്നീട് എന്നിട്ട് അലീനയോട് ചോദിച്ചു, നീ എന്താ മോളെ, പോലീസിനോട് നിനക്ക് സത്യം തുറന്നു പറഞ്ഞേക്കാൻ മേലായിരുന്നോ? നീ എന്തിനാ കുടുംബത്തെ രക്ഷിക്കുന്നേ? അതിന്റെ ആവശ്യമില്ല. തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും അവന് ശിക്ഷ കിട്ടണം. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ പോലെ നീ ഇത്ര വലിയ സന്മനസ്സൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അതിന് ആ കുടുംബത്തിലുള്ളവർ നിന്റെ ആരുമല്ലല്ലോ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ആ കുടുംബത്തിൽ ആർക്ക് നൊന്താലും എനിക്ക് നോവും. ഞാൻ അത്രമാത്രം ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, അതിന് കാരണം എന്താണെന്ന് എനിക്കറിയണ്ടേ? എനിക്ക് തോന്നുന്നുണ്ട് നീ വെറുതെ അങ്ങോട്ടേക്ക് വന്നതല്ല. അച്ഛൻ നിന്നെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വേണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അല്ലെങ്കിൽ ആ കഴക്കൂട്ടത്ത് കിടക്കുന്ന നിന്നെ പോയി കൂട്ടിക്കൊണ്ട് വരേണ്ട ഒരു കാര്യം അച്ഛനില്ല. അത് മാത്രമല്ല മനുവിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് നിന്നെ കൈവിടലെന്ന്. സത്യം പറ, നീ ആരാ എന്താ? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധാരണഗതിയിൽ ഒരു പെൺകുട്ടി ചെയ്യാത്ത കാര്യം നീ ചെയ്തിരിക്കുന്നേ. പോലീസിന് മൊഴി കൊടുത്ത് അവരെ പിടിപ്പിക്കും. പക്ഷെ നീ ഒന്നും ചെയ്തിട്ടില്ല. നിനക്ക് ഈ കുടുംബമായിട്ട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അലീന പറഞ്ഞു, ഒന്നുമില്ല സാർ. എനിക്ക് സാറാണെങ്കിലും മാഡമാണെങ്കിലും വിഷമിക്കുന്ന കാണുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. അതൊന്നും അല്ല അലീനെ. നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ട. ഇനിയും നിനക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. നീ ഉള്ള സത്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറയുക തന്നെ വേണം. എന്താണെങ്കിലും പറഞ്ഞാൽ മതിയാവുള്ളൂ. പക്ഷേ അലീനയ്ക്ക് അതെങ്ങനെ പറയണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നീടാണ് രേവതിക്കുട്ടി ഈ കാര്യങ്ങളൊക്കെ അറിയണേ. രേവതിക്കുട്ടിക്ക് അറിഞ്ഞു ഇപ്പോൾ രേവതിക്കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ രേവതിക്കുട്ടി മാമച്ചനെയും ഗ്രേസമ്മയൊക്കെ കൂടെ കൂട്ടി അങ്ങോട്ടേക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അലീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടിയുടെ നെഞ്ചു പൊട്ടിപ്പോയി. രേവതിക്കുട്ടി വല്ലാത്തൊരു കരച്ചിലായിരുന്നു. അലീനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ രേവതിക്കുട്ടിക്ക് സഹിച്ചില്ല.
രേവതിക്കുട്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അലീന ചേച്ചിയെ നോക്കാൻ ഞാനിവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേണ്ട മോളെ, നീ പൊയ്ക്കോ, ഇവിടെ മനുവേണ്ണൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിലും ഞാൻ ഡിസ്ചാർജ് ആവൂലേ. വേണ്ട, ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് ചേച്ചിനെ ആ വീട്ടിലേക്ക് പോകണ്ട, എനിക്ക് പേടിയാന്ന് പറയണം. പക്ഷേ മനസ്സങ്ങനെ സമ്മതിച്ചില്ല. തൽക്കാലത്തേക്ക് അലീന ഒരിടത്തേക്കും വിടുന്നില്ലെന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ രേവതിക്കുട്ടി പോകുന്നതിന് മുമ്പായിട്ട് ബാലേന്ദ്രനെ കാണുവാണ്. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞിട്ട് ബാലേന്ദ്രനോട് ആ കാര്യങ്ങൾ പറയണം. അലീന ചേച്ചി ആരാന്നറിയാവോ? അലീന ചേച്ചി അവിടുത്തെ വൈജയന്തി മാഡത്തിൻ്റെ മോളാന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഞെട്ടി. ചേച്ചി എന്തുകൊണ്ടാണെന്നറിയാവോ ആ കുടുംബത്തെ ഒറ്റിക്കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അവിടുത്തെ വൈജയന്തി മാഡത്തിൻ്റെ മോളായതുകൊണ്ട്, സ്വന്തം അമ്മയും മോളും ആയത്. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഞെട്ടിപ്പോയി. ബാലേന്ദ്രൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം വരുന്നത്. അങ്ങനെ രേവതിക്കുട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ അലീനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ബാലേന്ദ്രൻ പോയി അലീനയോട് ചോദിക്കുന്നത്, സത്യം പറ, നീ വൈജയന്തിയുടെ മോളാണെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം അലീനയ്ക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റിയില്ല. അതേന്ന് പറയാണ്. ബാലേന്ദ്രനും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ബാലേന്ദ്രനോട് അലീന പറഞ്ഞു, എനിക്കറിയില്ല അമ്മയെക്കുറിച്ച്. ആഗ്രഹയിൽ എപ്പോഴും എവിടെ വെച്ചാന്ന് തോന്നേ എന്നെ പ്രഗ്നൻ്റ് ആയത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും എനിക്കും അറിയത്തില്ല. അപ്പോൾ ബാലേന്ദ്രൻ അറിയാവുന്നൊരു കാര്യമായിരുന്നു. 3 വർഷക്കാലം മാത്രമേ ബാലേന്ദ്രൻ ഈ പറയുന്ന വൈജയന്തിയെക്കുറിച്ച് അറിയാതിരുന്നുള്ളൂ. ഒരു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായതായിരിക്കും അലീന ഏതോ ഒരു ബന്ധത്തിൽ. അങ്ങനെ ബാലേന്ദ്രൻ തകർന്ന മനസ്സോടുകൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നീട് വൈജയന്തിക്ക് എന്താണെങ്കിലും പൊങ്കാലയാണ്. ഇത്രയും കാലം വൈജയന്തി ബാലേന്ദ്രന് മുന്നിൽ വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ട് നടന്നു. പക്ഷേ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ ബാലേന്ദ്രന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ബാലേന്ദ്രൻ കുത്തുമുനയും വെച്ച് വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ സത്യാവസ്ഥ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അറിയാനായിട്ട് ഇറങ്ങി പുറപ്പെടുവാണ്. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ്റെ ഒരു പ്രത്യേക കരുതൽ അലീനയോട് വരാൻ പോകുന്നത്. അവള് വൈജയുടെ മോളാണെങ്കിൽ താൻ അവളുടെ അച്ഛനല്ലേ, രണ്ടാം അച്ഛനാണെങ്കിലും എങ്ങനെ അച്ഛനാണെങ്കിലും താൻ അവളുടെ അച്ഛനായിട്ടല്ലേ വരണ്ടേ. അങ്ങനെ അലീനയെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങുക. അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നൊക്കെ അലീനയെ പറഞ്ഞു വിടണമെന്നൊക്കെ ഈ പറയുന്ന വൈജയന്തി പറയുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ. പക്ഷേങ്കിൽ ബാലേന്ദ്രൻ പറഞ്ഞു വിട്ടില്ല. അവൾ ഇവിടെ ഈ വീട്ടിലെ മോളായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് അലീനയുടെ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.